വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അടിപൊളി ഒരു കണിയായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ നെയ്ബർ ആൻറ്റിക്ക് ഒരു പാത്രത്തിൽ നമ്മൾ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? മീനച്ചറായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു തന്നത് ഇങ്ങനെ കുറച്ച് മുല്ലപ്പൂവായിട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയിട്ടോ. ഞാനങ്ങനെ ജസ്റ്റ് തുറന്നു നോക്കിയപ്പോഴത്തേനും മുല്ലപ്പൂ, അതൊരു വെറൈറ്റി ആയിട്ടില്ലേ? നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലവറൊക്കെ രാവിലെ തന്നെ കിട്ടുമ്പോൾ അതൊരു ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സൺഡേക്ക് ആണല്ലോ, അപ്പോൾ ഒരു കടിച്ചു പറിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. അപ്പൊ അതിനായിട്ട് സൂര്യചേട്ടൻ പോയിട്ട് കുറച്ച് ചിക്കനും പൊറോട്ടയൊക്കെ വാങ്ങിക്കൊടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേഗം സവാളയൊക്കെ അരിഞ്ഞ് ചിക്കൻ്റെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലോട്ട് കടന്നു. അങ്ങനെ അതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൊഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വാഷിംഗ് മെഷീനിൽ തുണികൾ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് വേഗം കൊണ്ടുപോയി തോരട്ടു. അത് ഫുള്ള് നമ്മുടെയാണ്. ഞാൻ 2 ദിവസം കൂടുമ്പോൾ തിരുമ്മിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ സൂര്യചേട്ടൻ പറഞ്ഞു 3 ദിവസമായിട്ട് കഴുകിയാൽ മതി, അത്രയും തുണികൾ വരുന്നില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തിരുമ്പി വന്നപ്പോഴത്തേനും ഞങ്ങളുടെ ഫുൾ ഡ്രസ്സുകൾ അഴയ്ക്ക നിറച്ചായിട്ടാണ്. അത് കഴിഞ്ഞ് അതൊക്കെ തോരിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ റെഡി. അപ്പം നമ്മൾ കുറച്ച് പാത്രത്തിലാക്കിയിട്ട് നമ്മുടെ ആൻറ്റിക്കും അങ്കിളിനും കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് അവരും അവിടെ ചിക്കൻ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് തിരിച്ചു തന്നു കേട്ടോ. അവരുടെ ചിക്കൻ നമുക്കും കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും പൊറോട്ടയൊക്കെ നല്ല രീതിയിൽ ചൂടാക്കി അടിച്ച് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൽ ഒരു പൊറോട്ട എടുത്ത് നമ്മുടെ ചിക്കനും പിന്നെ ആൻറ്റി ഉണ്ടാക്കിയ ചിക്കനും എല്ലാം കൂടിയിട്ട് എടുത്തിട്ട് കഴിക്കാൻ നോക്കിയിട്ടാ. ഞാൻ എപ്പോൾ ചിക്കൻ എടുക്കുകയാണെങ്കിലും എല്ലി പീസ് എടുക്കുള്ളൂ കേട്ടോ. എനിക്ക് ഇറച്ചിയുള്ള ഭയങ്കര കുറേ ഇങ്ങനെ ഇറച്ചിയായിട്ടുള്ള ചിക്കൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ നല്ല എല്ലുകൾ മാത്രം വരുന്ന, അങ്ങനെ കുറച്ച് മാംസം മാത്രമായിട്ട് വരുന്ന ചിക്കനാണ് കേട്ടോ എനിക്കിഷ്ടം. അങ്ങനത്തെ പീസ് നോക്കിയിട്ടേ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ബ്രെഡും കൂടെ കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഒരു ബ്രെഡ് അല്ല, 2 ബ്രെഡ്. അതും കൂടെ കഴിച്ചിട്ട് നമ്മൾ പുറത്ത് പോയി എത്തുമ്പോഴത്തേക്കും എനിക്ക് സൺഡേ തന്നെ എനിക്ക് എന്താ പറയുക 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മദേഴ്സ് ഡേയും കൂടെയാണ്. എൻ്റെ ഫസ്റ്റ് മദേഴ്സ് ഡേ ഞാൻ എൻ്റെ കുഞ്ഞിയുടെ കൂടെ ആഘോഷിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കൂടി എല്ലാം കൂടെ വന്നപ്പോഴത്തേനും എനിക്ക് സൂര്യചേട്ടൻ ഐസ്ക്രീം ആയി തന്നിട്ട് അരുണ. എന്തായാലും ഈ മദേഴ്സ് ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ തന്നെയായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കറക്റ്റ് ഈ ദിവസം തന്നെ 1K സബ്സ്ക്രൈബേഴ്സുമായി. പിന്നെ എൻ്റെ കുഞ്ഞി കഴിഞ്ഞ വർഷം ഈ ഡേ എൻ്റെ വയറ്റിലായിരുന്നു കേട്ടോ ഈ കുഞ്ഞുമണി. അത് ഇപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറുമ്പൊക്കെ കാണിച്ചിട്ട് അതും എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മോമോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മോമോസ് ഞാൻ നാട്ടിൽ മോമോസ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഈ മോമോസ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ 3 ടൈപ്പ് ചട്നി കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്യാം. അധികം ടൈം ഒന്നുമില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരെ വന്നിട്ട് അടുക്കളയിൽ നിന്ന് കഴിച്ചിട്ടാണ് വേഗം ഓടി പോവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് കഴിക്കണമല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് മയോണൈസ് എടുത്ത് കഴിച്ചു. അതെനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. പക്ഷേ ഈ ചുവപ്പ് ചട്നി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ കൂട്ടി കഴിച്ചത് ഈ ചുവപ്പ് ചട്നിയാണ്. അങ്ങനെ ഞാൻ ആ ചുവപ്പ് ചട്നി മാത്രമായിട്ട് കഴിച്ചു നോക്കി. അതും കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ പച്ച ചട്നി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. മോമോസിന് ഒട്ടും മാച്ചിങ് അല്ലാത്തൊരു ചട്നിയായിരുന്നു അത്. അപ്പം ഞാൻ വിചാരിച്ചു 3 കൂടെ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ 3 ചട്നിയും കൂടെ എടുത്തിട്ട് കഴിച്ചു നോക്കി കേട്ടോ. അതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് ചുവപ്പ് ചട്നിയിൽ ഞാൻ എൻ്റെ എന്താ പറയുക മനസ്സങ്ങോട്ട് നിന്നുപോയി, സ്റ്റക്കായിപ്പോയി. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചുവപ്പ് ചട്നി. പക്ഷെ സൂര്യചേട്ടൻ പറഞ്ഞത് കുറച്ചും കൂടെ എരിവ് വേണമായിരുന്നു ചുവപ്പ് ചട്നിക്ക് എന്നാണ്. ഇങ്ങനെയല്ല ഉണ്ടാവുക എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനത്തെ പുറത്തൊന്നും അങ്ങനെ അധികം ഫുഡൊന്നും അങ്ങനെ കഴിക്കാത്തത് കൊണ്ട് ഈ മോമോസ് ടൈപ്പ് ഒന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെനിക്കറിയില്ല. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് അച്ഛനും മോളും എന്താ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂളിന്റെ പരിപാടി നോക്കാണ് കേട്ടോ. കുഞ്ഞിനെ കുളിപ്പിക്കാൻ കുറച്ച് പാടാണ്. ആൾക്ക് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കുളിപ്പിക്കാൻ നല്ല പാടാണ്. അപ്പൊ ആളിങ്ങനെ വെള്ളത്തിൽ ഭയങ്കര കളിക്കലും ഭയങ്കര സീനാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ആ പൂൾ എന്തായാലും നിർബന്ധമായിട്ടും വേണം. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഒരു സൺഡേ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.